പ്രായത്തിൽ തന്നെ ഒരു ജോലി നേടിയെടുത്താലോ? എല്ലാവരുടെയും ആഗ്രഹമാണല്ലേ? അപ്പോൾ അതിനായി നമ്മൾ കൃത്യമായി അറിഞ്ഞിരിക്കണം ബാങ്ക് എക്സാമുകളുടെ സാധ്യതകളെ കുറിച്ച്. നിങ്ങൾക്കറിയാം, നമ്മുടെ ചാനലിൽ നമ്മൾ ബാങ്ക് എക്സാംസ്, സെൻട്രൽ ഗവൺമെന്റ് എക്സാംസ്, റെയിൽവേ എക്സാംസ് പോലെയുള്ള പരീക്ഷകളുടെ നോട്ടിഫിക്കേഷൻസ് അല്ലെങ്കിൽ ആ എക്സാമുകളെ കുറിച്ചാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഈ പരീക്ഷകൾക്കെല്ലാം ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചെറിയ പ്രായത്തിൽ തന്നെ നമുക്കൊരു ഗവൺമെന്റ് ജോലി അല്ലെങ്കിൽ ഒരു സ്ഥിരം ജോലിയിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്ന സഹായകമാകുന്ന ബോഡികളാണ് ബാങ്ക്, അതുപോലെ സെൻട്രൽ ഗവൺമെന്റ് എക്സാംസ് അല്ലെങ്കിൽ റെയിൽവേ എക്സാംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക. ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടം വരില്ല ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ. ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം, നിങ്ങളുടെ സഹോദരങ്ങൾക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ മാതാപിതാക്കളൊക്കെയാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ കൃത്യമായി ഈ പരീക്ഷകളുടെ സാധ്യതകളെ കുറിച്ച് മനസ്സിലാക്കുക. ആദ്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത് ഏതൊക്കെയാണ് നമുക്ക് ഒരു വർഷം നടക്കുന്ന ബാങ്കിങ് പരീക്ഷകൾ. ഈ പരീക്ഷകൾ എല്ലാ വർഷവും നടക്കുമോ? ഇങ്ങനെ കുറേ ഡൗട്ടുകൾ കുറേ ആളുകൾക്കുണ്ട്. അവർക്കായിട്ട് ഞാൻ വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് പറഞ്ഞു തരാം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. നമ്മുടെ നാടുകളിലെല്ലാം ഉണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാഞ്ചുകൾ. അപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നടത്തുന്ന പരീക്ഷകൾ ഏതൊക്കെ പരീക്ഷകളാ? പ്രൊബേഷണറി ഓഫീസ് പരീക്ഷയാണ് SBI PO എന്ന് പറയുന്നത്. അതുപോലെ SBI ക്ലർക്ക് എന്ന് പറയുന്ന പരീക്ഷയുണ്ട്. SBI SO സ്പെഷ്യലിസ്റ്റ് ഓഫീസർ പരീക്ഷകളുണ്ട്. പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അവിടെ നടക്കുന്ന പ്രധാനപ്പെട്ട റിക്രൂട്ട്മെന്റ്സ്. അതുപോലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBIയുടെ അണ്ടറിൽ വരുന്ന RBI അസിസ്റ്റന്റ് പരീക്ഷയും RBI ഗ്രേഡ് P പരീക്ഷയും. അതുപോലെ IBPS എന്ന് പറയുന്ന ഒരു ബോഡിയാണ് നമ്മുടെ IBPS. മറ്റ് അതർ ബാങ്ക് നാഷണലൈസ്ഡ് ബാങ്കുകൾ ഉണ്ടല്ലോ, IBPS എക്സാംസ്, IBPS PO പരീക്ഷ, IBPS ക്ലർക്ക് പരീക്ഷ, IBPS സ്പെഷ്യലിസ്റ്റ് ഓഫീസർ പരീക്ഷ, IBPSന്റെ റീജിയണൽ റൂറൽ ബാങ്കിലേക്ക് നടക്കുന്ന പരീക്ഷകൾ. പറഞ്ഞു മനസ്സിലായോ? ഇത്രയും എക്സാംസ് ഒരു വർഷം, ഒരു ഇയറിൽ നടക്കുന്ന പരീക്ഷകളാണ് മക്കളെ. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ ഈ എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം? കുറേ ആളുകൾ ഈ ബാങ്ക് എക്സാംസ് എന്ന് പറയുമ്പോൾ ആ എക്സാംസിനെ കുറിച്ച് പ്രിപ്പയർ ചെയ്യുമ്പോൾ വലിയൊരു ഐഡിയ ഇല്ലാതെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞ അല്ലെങ്കിൽ BCom കഴിഞ്ഞ ആളുകൾ അല്ലെങ്കിൽ MCom കഴിഞ്ഞ ആളുകളൊക്കെ പലപ്പോഴും അവരുടെ ഒരു നാച്ചുറൽ ചോയ്സ് ആയിട്ട് ബാങ്കിങ് കയറി വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അക്കൗണ്ടിങ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഇതൊക്കെ അവരുടെ പേപ്പറുകൾ അല്ലെങ്കിൽ അവരുടെ ഒരു ഫിനാൻസിനെ കുറിച്ചൊക്കെ പഠിച്ചിരിക്കുന്നതുകൊണ്ട് അവരുടെ നാച്ചുറൽ ചോയ്സ് ആയിട്ട് കണ്ടിട്ടുണ്ട്. ഇത് കൂടാതെ അതർ ഡിഗ്രി കഴിഞ്ഞ ആളുകളും ബാങ്ക് എക്സാംസ് ചൂസ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും അവർ ഈ എക്സാംസ് ചൂസ് ചെയ്യുന്നതെന്ന് ഇതിനെക്കുറിച്ച് അറിയാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം. എന്താണെന്ന് ചോദിച്ചാൽ, ഒരു വർഷം തന്നെ ഇത്രയും പരീക്ഷകളുണ്ട്. ഇതൊരു വലിയ അഡ്വാൻറ്റേജാണ്. പിന്നെ ഇതിന്റെ ഏജ് നമ്മൾ എടുക്കുകയാണെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പല എക്സാമുകൾക്കും ഏജ് ബിലോ 30 ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ 30 വയസ്സിന് താഴെയുള്ളവർക്കാണ് പലപ്പോഴും ഏത് എക്സാംസ് നിൽക്കുന്നത്, ബാങ്ക് എക്സാംസ് നിൽക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, തുടക്കത്തിൽ പറഞ്ഞതുപോലെ, ചെറിയ പ്രായത്തിൽ ഒരു ജോലി നേടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, അതായത് നിങ്ങൾ ഒരു 20 വയസ്സിനും 30 വയസ്സിനും ഇടയ്ക്ക് തന്നെ ഒരു ജോലിയിൽ കയറണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷനാണ് എന്തെന്ന് പറയുന്നത്, ബാങ്ക് എക്സാംസ് എന്ന് പറയുന്നത്. പിന്നെ ബാങ്ക് ജോലിയുടെ പ്രത്യേകതയെ പറ്റി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഒരിക്കലെങ്കിലും ബാങ്കിൽ പോകാത്ത അല്ലെങ്കിൽ ബാങ്കിൽ എന്തെങ്കിലും ട്രാൻസാക്ഷൻസ് നടത്താത്ത ആളുകൾ ആരും ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ അവിടെ നടക്കുന്ന ക്ലറിക്കൽ ജോബുകൾ എന്താണ്, പ്രൊബേഷണറി ഓഫീസർ അല്ലെങ്കിൽ മാനേജർ പോസ്റ്റിലുള്ള ആളുകൾ ചെയ്യുന്നത് എന്താണ് എന്നൊക്കെ അത്യാവശ്യം നിങ്ങൾക്ക് അറിയാം. ആ ജോബിന്റെ നേച്ചർ നിങ്ങൾക്ക് നന്നായി അറിയാം എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ എന്താണ് ഇതിന്റെ പ്രത്യേകത? നമ്മളുടെ വീടിന്റെ അടുത്തൊക്കെ തന്നെ നമുക്ക് എന്ത് കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്, ജോലി ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത്യാവശ്യം നല്ല സാലറി പാക്കേജ് തരുന്ന എക്സാമുകളാണ് ബാങ്കിങ് എക്സാംസ്. അല്ലെങ്കിൽ ബാങ്ക് ജോബ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് അത്യാവശ്യം നല്ല സാലറി പ്രൊട്ടക്ഷൻ ആണ്. ഇതിൽ പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ ആളുകൾ പറയാം. ഒരുപക്ഷെ ചില ആളുകൾ പറയാം, സാർ ഇതിൽ കുറച്ച് ജോബ് റിസ്കുകൾ ഇല്ലേ, അല്ലെങ്കിൽ ടെൻഷൻ ഇല്ലേ? ഉണ്ടല്ലോ. എല്ലാ ജോബുകൾക്കും അതിൻ്റെതായ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. ആ ജോബ് ഇഷ്ടപ്പെട്ടാണ് ആ ജോലിയിലേക്ക് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബാങ്ക് എക്സാം നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി തരുന്ന, നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വർക്ക് ഫ്രീഡം തരുന്ന ഓപ്ഷൻ ഉള്ള സംഭവം തന്നെയാണ് ബാങ്കിങ് എക്സാംസ് എന്ന് പറയുന്നത്. ഇനിയിപ്പോ അവർക്ക് സാറ്റർഡേ ഉൾപ്പെടെ ലീവ് അനുവദിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ സാറ്റർഡേ സൺഡേ ഒന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട, ജോലി വരുന്നില്ല. മൺഡേ ടു ഫ്രൈഡേ ഗവൺമെന്റ് ജോബ് പോലെ തന്നെ നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുന്ന ഓപ്ഷൻ ഉള്ള ഒരു സാധ്യത തന്നെയാണ് ബാങ്ക് എക്സാം എന്ന് പറയുന്നത്. ഇത് നമ്മൾ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ
നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു. ഒരു വർഷം തന്നെ ഇത്രയേറെ പരീക്ഷകൾ എഴുതാൻ സാധിക്കും. ഏജ് 20 to 30 ഇടയ്ക്ക് വരുന്ന ആളുകൾക്ക് പ്രിഫറൻസ് വരുന്നതായതുകൊണ്ട് തന്നെ യങ്ങറായിട്ടുള്ള ഓഡിയൻസിനെ പ്രിഫർ ചെയ്യുന്ന പരീക്ഷകളാണ് ബാങ്ക് എക്സാംസ് എന്ന് മനസ്സിലാക്കുക. കൂടാതെ എന്താണ് ഞാൻ ഈ പറഞ്ഞതുപോലെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി തരുന്ന പരീക്ഷകളാണ്. ഇപ്പൊ നമ്മൾ ഫിനാൻഷ്യലി നമ്മൾ ഓക്കെ അല്ല, നമുക്ക് ചെറിയ പ്രായത്തിൽ പഠിച്ചൊരു ജോലി മേടിക്കണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ബാങ്ക് എക്സാം ഒരു നല്ല നാച്ചുറൽ ചോയ്സ് ആണ്. ഇതിൽ എന്ത് പഠിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് എക്സാമിന് പോകണം എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. എന്താണ് നമുക്കിതിന് വേണ്ട ക്വാളിഫിക്കേഷൻ? പലപ്പോഴും ബാങ്ക് എക്സാമിന്റെ ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അവരൊരു ബേസിക് ക്വാളിഫിക്കേഷൻ ആയിട്ട് എടുത്തിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രാജുവേഷൻ ആണ്. മനസ്സിലാക്കുക, നിങ്ങൾ ഗ്രാജുവേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഡിഗ്രി മതി, ഏതെങ്കിലും ഒരു അംഗീകൃത യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി മതി, അല്ലെങ്കിൽ ബിടെക് പോലെയുള്ള എഞ്ചിനീയറിംഗ് ഡിഗ്രികൾ മതി. ബിടെക്കോ എംടെക്കോ അല്ലെങ്കിൽ PG ഉള്ളവർക്കെല്ലാം എന്ത് ചെയ്യാം, ബാങ്ക് എക്സാമുകൾക്ക് അപ്ലൈ ചെയ്യാം. ബാങ്ക് എക്സാം എന്ന് പറയുമ്പോൾ ബാങ്കുകൾ ഏതൊക്കെയാ? നമുക്ക് SBIയുടെ പരീക്ഷകൾ ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നാഷണലൈസ്ഡ് ഇഷ്ടം പോലെ ബാങ്കുകൾ ഇല്ലേടെ. നാഷണലൈസ്ഡ് ബാങ്കുകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏതൊക്കെ ബാങ്കുകൾ വരും? നമുക്ക് ഇന്ത്യൻ ബാങ്ക് ഉണ്ട്, IOB ഉണ്ട്, അങ്ങനെ നിരവധി, കാനറ ബാങ്ക് ഉണ്ട്, യൂണിയൻ ബാങ്ക് ഉണ്ട്, ഇങ്ങനെ കുറെ ബാങ്കുകളില്ലേ? പറഞ്ഞു മനസ്സിലായി. ഇനി അതല്ലാതെ പല ഫെഡറൽ ബാങ്ക് പോലെയുള്ളവരൊക്കെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് നടത്തുന്നുണ്ട്, ICICI ബാങ്കുകൾ പോലെ. അപ്പൊ ഇവരുടെ എല്ലാം ഒരു പ്രിലിംസ് എക്സാമിന് വേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. എന്താണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞു ഗ്രാജുവേഷൻ ഉള്ള ആളുകൾക്കാണ് മെയിൻലി അവരെന്ത് ചെയ്യുന്നത്, നമ്മുടെ ബാങ്ക് ക്ലറിക്കൽ PO പോലെയുള്ള പരീക്ഷ. പണ്ട് ക്ലറിക്കൽ പരീക്ഷകൾക്ക് +2 മതിയായിരുന്നു. ഇപ്പോൾ അതൊരു ഗ്രാജുവേഷൻ എന്നുള്ള രീതിയിലേക്ക് അവർ എന്ത് ചെയ്തിട്ടുണ്ട്, മാറ്റിയിട്ടുണ്ട്. കാരണം ഇതിന് ഒരു സ്റ്റാൻഡേർഡ് ഓഫ് എന്ന് പറയുന്ന എക്സാം എന്ന് പറയുന്നത് ഡിഗ്രി പാസ്സാവുക എന്നാണ്. അത് നിങ്ങൾക്ക് BSc ആവാം, BCA ആവാം, അങ്ങനെ ഡിഗ്രി ആയിട്ട് അംഗീകരിച്ചിട്ടുള്ള ഏത് കോഴ്സുകൾ വേണമെങ്കിലും നിങ്ങൾക്കാവാം. ഇനി അടുത്ത ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, സർ ഈ വർഷം 2025 ഫോക്കസ് ചെയ്യുന്ന എനിക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഒരു കോഴ്സ് ഡിഗ്രി കഴിഞ്ഞിട്ട് നിൽക്കുന്ന ആളാണ്, PG കഴിഞ്ഞിട്ട് നിൽക്കുന്ന ആളാണ്, എനിക്ക് ഏതെല്ലാം പരീക്ഷകൾ എഴുതാനായിട്ട് സാധിക്കും? മക്കളെ, നിരവധി പരീക്ഷകൾ നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. ഏതൊക്കെ പരീക്ഷകളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞു IBPS RRBയുടെ പരീക്ഷയാണ് ഇനി ആദ്യം വരാനായിട്ട് പോകുന്നത്. IBPS RRB എന്ന് വെച്ചാൽ IBPS നടത്തുന്ന റീജിയണൽ റൂറൽ ബാങ്കിന്റെ പരീക്ഷയാണ് ആദ്യം വരാനായിട്ട് പോകുന്നത്. എക്സ്പെക്ടഡ് ആയിട്ടുള്ള ഡേറ്റുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. ഓഫീസർ സ്കെയിൽ 1ലേക്കാണ് ഫസ്റ്റ് നമുക്ക് പരീക്ഷ വരുന്നത്. പിന്നെ ഓഫീസർ അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് വരുന്ന പരീക്ഷകളുടെ ഡേറ്റുകൾ ഞാൻ ഈ ഡേറ്റുകൾ പ്രത്യേകിച്ച് വായിക്കുന്നില്ല. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ടൈമുകളിലൊക്കെയാണ് ഈ വർഷം എന്ത് നടക്കാനായിട്ട് പോകുന്നത്, പരീക്ഷ നടക്കാനായിട്ട്. കൃത്യം ഒരു 3-4 മാസം ഇപ്പൊ പഠിച്ചു തുടങ്ങുന്നവർക്ക് വരെ ഫ്രണ്ടിലുണ്ട്. ഇത് കൂടാതെ എന്താണ്, മെയിൻസ് എക്സാംസ് നടക്കുന്ന ഡേറ്റുകളും കൃത്യമായിട്ടുണ്ട്. 2 ടയറുകളായിട്ടാണ് അല്ലെ, ടയർ 1, ടയർ 2. ടയർ 1, ടയർ 2 എന്ന് പറയുന്ന 2 ടയറുകളായിട്ടാണ് പരീക്ഷ. ഫസ്റ്റ് ടയർ ഒരു പ്രിലിംസ് എക്സാം ആണ്, ആവശ്യമില്ലാത്ത ആളുകളെയൊക്കെ എലിമിനേറ്റ് ചെയ്ത് കളയാനുള്ള ഒരു പ്രിലിംസ് എക്സാം. ടയർ 2 ഈസ് അനദർ എക്സാം, ദെൻ ഇന്റർവ്യൂ എന്ന് പറയുന്ന 3 സെക്ഷൻസ് നിങ്ങൾ കൃത്യമായിട്ട് പാസ് ആകേണ്ടതായിട്ടുള്ള ആവശ്യകതയുണ്ട്. സംഭവം കൃത്യമായിട്ട് മനസ്സിലായല്ലോ? ഓക്കെ, ദെൻ അത് കഴിഞ്ഞിട്ട് എന്താ, ഉടനെ വരുന്നത് IBPS ക്ലർക്കിന്റെ പരീക്ഷ. ഈ വർഷം അവസാനത്തോടു കൂടിയൊക്കെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, മെയിൻസ് വരുന്നത് അടുത്ത വർഷം. അതായത് നമുക്ക് കൃത്യം ഒരു 7 മുതൽ 8 മാസ സമയം വരെ IBPS ക്ലർക്ക് അല്ലെങ്കിൽ IBPS PO പോലെയുള്ള പരീക്ഷകൾ, IBPS SO പോലെയുള്ള, അപ്പൊ IBPSന്റെ അണ്ടറിൽ വരുന്ന ഇത്തരം പരീക്ഷകളെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ഈ വർഷം തന്നെ അറ്റംപ്റ്റ് ചെയ്യാനും ഫോക്കസ് ചെയ്യാനും സാധിക്കും. ഇനി എന്താ, SBI ക്ലർക്ക്. മക്കളെ, SBI ക്ലർക്കിന്റെ പരീക്ഷ ഈ വർഷത്തത് ഇപ്പൊ സ്റ്റാർട്ടിലൊക്കെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത വർഷം വരുന്ന പരീക്ഷകൾക്ക് വേണ്ടിയും നിങ്ങൾ ഈ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതും കൂടെ നോക്കാനായിട്ട് സാധിക്കും. അപ്പൊ പറഞ്ഞു മനസ്സിലായോ? അപ്പൊ ഒരു വർഷം നമുക്ക് ഏതൊക്കെ പരീക്ഷകളുണ്ട്? IBPS RRBയുടെ പരീക്ഷയുണ്ട്, IBPS അതുപോലെ തന്നെ ക്ലർക്ക് PO പരീക്ഷകളുണ്ട്, അതുപോലെ SBI ക്ലർക്ക് PO പരീക്ഷകളുണ്ട്. ഇത് കൂടാതെ ഞാൻ പറഞ്ഞ പോലെ LIC, ഇൻഷുറൻസ് പോലെയുള്ള പരീക്ഷകൾ, RBIയുടെ പരീക്ഷകൾ, RBI അസിസ്റ്റന്റ് പോലെയുള്ള പരീക്ഷകൾ, ഇങ്ങനെ ഒരു വർഷം നമുക്കൊരു 10-12ഓളം പരീക്ഷകൾ തന്നെ ബാങ്ക് എക്സാം ഫോക്കസ് ചെയ്യുന്ന ആളുകൾക്ക് എഴുതാനായിട്ടുണ്ട്. അപ്പൊ ഈ കാരണങ്ങൾ നമുക്ക് ബാങ്ക് എക്സാമിന് വേണ്ടി പഠിക്കാം എന്നുള്ളതിന് ഒരു ആത്മവിശ്വാസം കൂട്ടുന്ന കാര്യമല്ലേ? നിങ്ങൾ പറഞ്ഞേ, പറ്റത്തില്ലേ? ഇപ്പൊ മക്കളെ, നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞവരാണെങ്കിൽ, നിങ്ങൾ PG കഴിഞ്ഞവരാണെങ്കിൽ ഇനി ബാങ്ക് എക്സാം നോക്കണം, അല്ലെങ്കിൽ അതാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം,
ബാങ്ക് എക്സാം നോക്കാം. അപ്പൊ ദിശയെ സംബന്ധിച്ച് ദിശ അക്കാഡമി SSC പ്ലസ് ബാങ്കിന്റെ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ ഒപ്പം തന്നെ ബാങ്ക് എക്സാമുകൾക്ക് പരിശീലനം നേടാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബാങ്ക് എക്സാമുകൾക്ക് മാത്രമായി പരിശീലനം നേടാം. അപ്പോൾ പരിശീലനം നേടണമെങ്കിൽ കൃത്യമായി ഈ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം. ഇനി ഞാൻ ഇതിന്റെ പരീക്ഷയുടെ ടോപ്പിക്കുകളുടെ പറഞ്ഞു തരാം. എന്തൊക്കെയാണ് ഇതിനകത്ത് വരുന്നത് മക്കളെ? ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇതിന്റെ Tier 1 വരുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ പ്രൊവിഷൻസി ചെക്ക് ചെയ്യും, റീസണിങ്, അതുപോലെ നമ്മുടെ QA അതായത് മാത്സ്. നോക്കൂ, ഇംഗ്ലീഷിന് 30 ക്വസ്റ്റ്യൻസ് 30 മാർക്ക്, റീസണിങ്ങിന് 35 ക്വസ്റ്റ്യൻസ് 35 മാർക്ക്, 35 ക്വസ്റ്റ്യൻസ് മാത്സ്, 35 ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ മാർക്കായിട്ട് വരും. 20 മിനിറ്റ്, 60 മിനിറ്റിൽ നമ്മൾ ഈ 100 ക്വസ്റ്റ്യൻസിനെ നേരിടുകയും 100 മാർക്ക് സമ്പാദിക്കുകയും ചെയ്യണം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, 1 മണിക്കൂർ സമയത്തിലാണ് നമ്മൾ ഈ 100 ക്വസ്റ്റ്യൻസിനെ നേരിടേണ്ടത്. ഏതൊക്കെ? മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ്. അപ്പൊ നിങ്ങൾ പറ, അത്യാവശ്യം മാത്സ് നോളജ് ഇല്ലാതെ, അത്യാവശ്യം ലോജിക്കൽ സ്കിൽ ഇല്ലാതെ, അത്യാവശ്യം ലാംഗ്വേജ് സ്കില്ല് പ്രിപ്പയർ ചെയ്യാതെ അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യാത്ത ആളുകൾക്ക് ഈ പരീക്ഷയ്ക്ക് ട്രൈ ചെയ്തുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ ആ കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുക. ഞാനിതൊരിക്കലും ഒരു നിസാരമായ പരീക്ഷയാണെന്ന് പറയില്ല. പക്ഷേ ചെറിയ പ്രായത്തിൽ നമുക്ക് സർവീസിൽ കയറാൻ, മാത്സ് ടാലന്റഡ് ആയിട്ടുള്ള, അത്യാവശ്യം ലോജിക്കൽ സ്കില്ലുള്ള, അത്യാവശ്യം മിടുക്കരായിട്ടുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ചെറിയ പ്രായത്തിൽ നിങ്ങൾക്ക് നല്ല പ്രൊഫൈലുള്ള ഒരു ജോബിൽ കയറാൻ നിങ്ങളെ ബാങ്ക് എക്സാം സഹായിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പോഴും ഞാൻ അടിവരയിട്ട് പറയുന്നു, മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ്. പലപ്പോഴും ഞാൻ പറയുന്നത് BCom MCom അവരുടെ നാച്ചുറൽ ചോയ്സ് ആയിട്ട് ബാങ്കിങ് സെലക്ട് ചെയ്യുമ്പോഴും അവർ നേരിടുന്ന ഒരു വെല്ലുവിളി ഈ ഭാഗത്താണ്. കാരണം അവർ പലപ്പോഴും +2 ഒക്കെ കഴിഞ്ഞപ്പോൾ അവരുടെ മാത്സിന്റെ ടച്ച് അങ്ങ് പോയി. അവർ ബാങ്കിങ് അവയർനെസ് പഠിച്ചിട്ടുണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എക്കണോമിക്സ് പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഫിനാൻസ് പഠിച്ചിട്ടുണ്ട്, അക്കൗണ്ടൻസി പഠിച്ചിട്ടുണ്ട്. പക്ഷേ അതുവല്ലോ ആണോ ഇതിന്റെ പ്രിലിംസ് എക്സാമിൽ ചോദിക്കുന്നത്? അല്ല. ഇതിന്റെ പ്രിലിംസ് എക്സാമിൽ പ്യുവർലി മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ് ആണ് ഇതിന്റെ പ്രിലിംസ് എക്സാമിൽ ചോദിക്കുന്നത്. ഇത് പാസ് ആവുന്നവർക്ക് മാത്രമാണ് രണ്ടാമത്തെ കടമ്പ ഇരിക്കുന്നത്. എന്താണ് രണ്ടാമത്തെ കടമ്പ? രണ്ടാമത്തെ കടമ്പയിൽ നിങ്ങൾക്ക് വരുന്നത് വീണ്ടും അതേ ഇംഗ്ലീഷ് തന്നെ ആവശ്യമാണ്. അപ്പൊ ഇംഗ്ലീഷ് ആൾറെഡി നമ്മൾ വൃത്തിയായി പഠിക്കുന്നുണ്ട്. അതേ മാത്സ് തന്നെ നമുക്ക് ആവശ്യമാണ്, 50 ക്വസ്റ്റ്യൻസ്. അതേ റീസണിങ് എബിലിറ്റി നമുക്ക് ആവശ്യമാണ്. അതിൻ്റെ കൂടെ കമ്പ്യൂട്ടർ കൂടി ചോദിക്കുന്നുണ്ട്. പിന്നെ ജനറൽ ആൻഡ് ഫിനാൻഷ്യൽ അവയർനെസ് എന്ന് പറയാം. അപ്പൊ ഒരു ജനറൽ സെക്ഷൻ വരുന്നത് Tier 2 50 ക്വസ്റ്റ്യൻസ് 50 മാർക്കായിട്ടാണ്. അപ്പോഴും ആദ്യത്തെ സെക്ഷൻസ് അതുപോലെ തന്നെ അവിടെ നിൽപ്പോണ്ട്. ഏതാ? ഇംഗ്ലീഷും മാത്സും റീസണിങ്ങും അവിടെ അതുപോലെ തന്നെ ഉണ്ട്. 160 മിനിറ്റ് വരുന്ന പരീക്ഷ, 200 മാർക്കാണ് മാക്സിമം നേടാൻ സാധിക്കുന്നത്. 190 ക്വസ്റ്റ്യൻസ്. അത്യാവശ്യം ചെയ്ത് സ്പീഡ് ഇല്ലാത്ത ആളുകൾക്ക് ഇത്തരം പരീക്ഷകളിൽ ഒരിക്കലും വിജയിക്കാൻ സാധിക്കത്തില്ല. മാത്സിന്റെയും റീസണിങ്ങിന്റെയും ഇംഗ്ലീഷിന്റെയും ചടുലമായ മൂവ്മെന്റുകളിലൂടെ പരീക്ഷയെ നേടിയെടുക്കണമെങ്കിൽ അതിന് നല്ല പ്രാക്ടീസോടുകൂടി കൃത്യമായ പരിശീലനം നേടേണ്ടതായിട്ടുണ്ട്. ഞാൻ ഒരിക്കലും അതൊരു സിമ്പിൾ പരീക്ഷയാണ്, ഇതെല്ലാവർക്കും നേടിയെടുക്കാൻ പറ്റുന്ന പരീക്ഷയാണെന്നൊന്നും പറയുന്നില്ല. നിങ്ങൾ ആത്മാർത്ഥമായി ട്രൈ ചെയ്യുകയാണെങ്കിൽ, നിങ്ങളുടെ ഉള്ളിൽ മാത്സും റീസണിങ്ങും ഇംഗ്ലീഷും ഒക്കെ പഠിക്കാനായിട്ടുള്ള ഒരു ഫയർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് പഠിക്കാൻ പറ്റും. ചില ആളുകളൊക്കെ ഉണ്ട്, ചിലപ്പോൾ GK ഒക്കെ പഠിക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾ, അതായത് ജനറൽ സയൻസ് സബ്ജക്റ്റുകൾ പഠിക്കാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ GK, ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റി ഒന്നും പഠിക്കാൻ താല്പര്യമില്ല. അത്തരം ആളുകൾക്ക് മാത്സ് അത്യാവശ്യം സ്കിൽഡ് ആണ്, ഞങ്ങൾക്ക് റീസണിങ് ഒക്കെ പഠിക്കാൻ എളുപ്പമാണ്, കാണാതെ പഠിക്കുന്നതിനേക്കാളും ഞങ്ങൾക്ക് ഇച്ചിരി തിങ്ക് ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ 100% നിങ്ങൾ ബാങ്കിങ് എക്സാംസുകൾക്ക് വേണ്ടി ട്രൈ ചെയ്യൂ. അതേപോലെ തന്നെയാണ് SSC പരീക്ഷകളും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഏത് എക്സാമിന് വേണ്ടി ട്രൈ ചെയ്യാം? ബാങ്കിങ് എക്സാമിന് വേണ്ടി ട്രൈ ചെയ്യാം. ബാങ്ക് എക്സാംസിന് വരുന്ന റീസണിങ്ങിനകത്ത് വരുന്ന ടോപ്പിക്കുകളാണ് സീറ്റിംഗ് അറേഞ്ച്മെന്റ്, പസില്, ഇൻപുട്ട് ഔട്ട്പുട്ട്, ഡേറ്റ സഫിഷ്യൻസി, റാങ്കിങ്, ഓർഡറിങ്, അതുപോലെ തന്നെ കോഡിങ്, ബ്ലഡ് റിലേഷൻ, ഡയറക്ഷൻ പോലെയുള്ള ടോപ്പിക്കുകൾ. ഇംഗ്ലീഷിനകത്ത് വരുന്ന ക്ലോസ് ടെസ്റ്റ്, കോംപ്രിഹെൻഷൻ ടെസ്റ്റ്, എറർ സ്പോട്ടിങ്, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്, അതുപോലെ തന്നെ പാരാജമ്പിൾ പോലെയുള്ള ടോപ്പിക്കുകൾ. ന്യൂമറിക്കൽ എബിലിറ്റിയിൽ വരുന്നത് നമ്മുടെ എല്ലാ അരിത്തമെറ്റിക് സെക്ഷൻസും, പെർസെൻറ്റേജ്, ആവറേജ്, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, സിംപ്ലിഫിക്കേഷൻ, അപ്രോക്സിമേഷൻ, അങ്ങനെ കുറെ ടോപ്പിക്കുകൾ, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, അങ്ങനെ എല്ലാ ടോപ്പിക്കുകളുടെ ചേർന്ന് വരുന്നതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ന്യൂമറിക്കൽ എബിലിറ്റി. ഇതാണ് നമ്മുടെ Tier 1 എക്സാമിന് വരുന്ന എന്തെന്ന് പറയുന്നത് മാത്സ്, റീസണിങ്, ഇംഗ്ലീഷിന്റെ സിലബസ് എന്ന് പറയുന്നത്. Tier 2 വരുമ്പോൾ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ റീസണിങ്ങിന്റെ ഭാഗമായിട്ട് വരും. ജനറൽ അവയർനെസ്സിനകത്ത് സ്റ്റാറ്റിക് GKയും അതുപോലെ ബാങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ള ബാങ്കിങ് അവയർനെസ് ക്വസ്റ്റ്യൻസ് കൂടി ഇതിന്റെ ഭാഗമായിട്ട് വരും. ഇത്രയും കാര്യങ്ങൾ പഠിക്കാനാണെങ്കിൽ
നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇതിന്റെ സിലബസ് കവറപ്പ് ചെയ്യാൻ നമുക്കൊരു 3 months ടൈം ധാരാളം മതി. 3 മാസം നമുക്ക് സിലബസ് കവറപ്പ് ചെയ്യാൻ മതി. പിന്നെ നിങ്ങൾ എബിലിറ്റി ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങളുടെ എബിലിറ്റിക്ക് അനുസരിച്ചിട്ടാണ് പിന്നീട് നിങ്ങൾക്ക് ജോലിയിലേക്കുള്ള ടൈമും ദൂരവും. അപ്പൊ അത് ചിട്ടയായ പഠനത്തിലൂടെ നമുക്ക് പ്രിലിംസ് നേടിയെടുക്കാൻ സാധിക്കും, മെയിൻസ് നേടിയെടുക്കാൻ സാധിക്കും, ഇന്റർവ്യൂവിലേക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പോൾ ചിട്ടയായ ഒരു പഠനവും ആത്മവിശ്വാസത്തോടു കൂടിയുള്ള ഒരു വർക്കും ഉണ്ടെങ്കിൽ ചെറിയ പ്രായത്തിൽ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള പരീക്ഷ തന്നെയാണ് ബാങ്കിങ് എക്സാം എന്ന് പറഞ്ഞു വെക്കുകയാണ് ഞാൻ. അപ്പോൾ ഇത് എല്ലാവർക്കും ഒരു വലിയ കൃത്യമായ ഇൻഫർമേഷൻ ആണ് എന്ന് വിചാരിക്കുന്നു. ഇനി ഈ എക്സാമുകൾക്ക് എങ്ങനെ പഠിക്കാം എന്ന് ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞാൻ പറയുന്നു, നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്കൊരു ഓഫ്ലൈൻ സ്റ്റഡി വേണമെങ്കിൽ ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഓൺലൈൻ സ്റ്റഡി ചൂസ് ചെയ്യാം. അപ്പൊ ദിശ അക്കാഡമിയെ സംബന്ധിച്ച് ഈ 2 ഓപ്ഷൻസും ഉണ്ട്. നിങ്ങൾക്ക് ഓൺലൈനും ഉണ്ട്, ഓഫ്ലൈനും ഉണ്ട്. ഓഫ്ലൈൻ ആണ് പഠിക്കുന്നവർക്ക് ദിശയെ സംബന്ധിച്ച് 5 ബ്രാഞ്ചുകൾ കേരളത്തിലുണ്ട്. എവിടെയൊക്കെയാണ്? ട്രിവാൻഡ്രം ഉണ്ട്, കൊല്ലമുണ്ട്, കൊട്ടാരക്കരയുണ്ട്, തൃശ്ശൂരുണ്ട്, കോഴിക്കോടുണ്ട്. നിങ്ങൾക്ക് ചൂസ് ചെയ്ത് ബാങ്ക് എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. ഇപ്പൊ ജൂൺ മുതൽ പുതിയ ബാച്ച് ബാങ്കിങ്ങിന് വേണ്ടി ദിശ അക്കാഡമിയിൽ ഓഫ്ലൈൻ ബാച്ചുകൾ ബാങ്കിങ് എക്സാമുകൾക്ക് വേണ്ടി മാത്രം സ്റ്റാർട്ട് ചെയ്യപ്പെടാനായിട്ട് പോവുക. ഉടനെ തന്നെ നിങ്ങൾ വിളിച്ച് നിങ്ങളുടെ അഡ്മിഷൻസ് താല്പര്യമുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാവുന്നതാണ്. ഓൺലൈൻ ദിശ അക്കാഡമിയുടെ ഓൺലൈൻ ബാച്ചിൽ ബാങ്കിങ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ബാച്ചിൽ ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതിനുവേണ്ടി ദിശ ലേണിംഗ് ആപ്ലിക്കേഷനിലൂടെ പഠിക്കാവുന്നതാണ്. അപ്പോൾ ഈ 2 ഫെസിലിറ്റിയും നിങ്ങൾക്ക് കൃത്യമായി പറഞ്ഞു തന്നുകൊണ്ട് നിങ്ങളെ ഈ എക്സാമിന് വേണ്ടി കൃത്യമായി ഒരുക്കുക എന്നുള്ളതാണ് ദിശ ചെയ്യുന്നത്. നിങ്ങൾക്ക് ദിശയിൽ നിന്ന് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ വീടിന്റെ അടുത്ത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ചൂസ് ചെയ്ത് പഠിക്കാം. ഈ ഒരു അവസരം കൃത്യമായി മനസ്സിലാക്കി പഠിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ആർക്കാണ് ഈ എക്സാം കിട്ടാൻ ചാൻസ് എന്നുള്ളത് പറഞ്ഞു. ആർക്കാണ് കിട്ടാൻ ചാൻസ്? അത്യാവശ്യം മാത്തമാറ്റിക്കൽ സ്കില്ല്, അത്യാവശ്യം ഒരു ലോജിക്കൽ സ്കില്ല്, ബൈഹാർട്ട് ചെയ്ത് സാർ കാണാതെ പഠിക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നവർക്ക് വളരെ നല്ല ഒരു എക്സാം തന്നെയാണ് ബാങ്കിങ് എക്സാം. അതുപോലെ എനിക്ക് ചെറിയ പ്രായത്തിൽ തന്നെ സാർ ഒരു ജോലി വേണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ 1 വർഷം തന്നെ ഇത്രത്തോളം പരീക്ഷകൾ ഉണ്ടായതുകൊണ്ട് തന്നെ ഏതെങ്കിലും എക്സാം എഴുതി നമുക്ക് കയറാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതും ഇതിന്റെ അഡ്വാൻറ്റേജ് ആണ്. ഞാൻ പറഞ്ഞു, ഓൺലൈൻ കോഴ്സ് ആഗ്രഹിക്കുന്നവർക്ക് ഈ നമ്പറുകൾ കോൺടാക്ട് ചെയ്ത് ദിശ അക്കാഡമിയിലൂടെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഓഫ്ലൈൻ ബാച്ച് ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ നമ്മുടെ 5 അക്കാഡമികളുടെയും ഡീറ്റെയിൽസ് ഞാനിവിടെ കൊടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് കൃത്യമായി ബാങ്ക് എക്സാമുകളെ കുറിച്ച് പറഞ്ഞു തരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും ഇത് മനസ്സിലാക്കി നിങ്ങളൊരു കോമ്പറ്റേറ്റീവ് ലെവൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ദിശ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് ചെറിയ പ്രായത്തിൽ തന്നെ ഒരു ജോലി മേടിച്ച് നിങ്ങളെ എത്തിക്കുക. പലപ്പോഴും നമുക്ക് ഒരു ചെറിയ പ്രായത്തിൽ നേടിയെടുക്കാൻ സാധിച്ചില്ല. ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമുക്കൊരു 20-നും 28 വയസ്സിനും ഇടയ്ക്ക് ജോലി മേടിച്ചെടുക്കാൻ സാധിച്ചില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ തീരുമാനങ്ങൾ നമ്മൾ എടുക്കുന്ന ടൈം പീരീഡ് ആണ്. അവിടെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് പലപ്പോഴും ഏത് എക്സാമുകളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ SSC എക്സാംസ്, ബാങ്കിങ് എക്സാംസ്, അല്ലെങ്കിൽ റെയിൽവേ എക്സാംസ് ആണ്. അപ്പൊ ഇതൊക്കെ ഇയർലി തന്നെ ഇതിന്റെ പരീക്ഷകൾ ഉള്ളത് നമ്മുടെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നല്ല പോലെ ഒരു അറ്റംപ്റ്റ് നടത്തി നോക്കാൻ സാധിക്കുന്ന കാര്യമാണ്. അപ്പൊ എല്ലാവരെയും ഒരിക്കൽ കൂടെ ഈ ഒരു എക്സാമിലേക്ക് വളരെ ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.